തൃക്കാക്കരയുടെ പൊതുനിരത്തിലൂടെ മാലിന്യം തള്ളിപ്പോയ കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വാഹനങ്ങളെല്ലാം പോലീസ് കസ്റ്റഡിയിൽ. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരെയും കോൺട്രാക്ടർക്കെതിരെയും പോലീസ് കേസെടുത്തു. എന്താ എത്ര ദിവസമായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനിരിക്കാവണ? ഒരു കാര്യമില്ലാതെ വെറുതെ നിങ്ങൾ നിർത്തിപ്പോക്കോ. തൃക്കാക്കരയുടെ പൊതുനിരത്തിൽ മാലിന്യം തള്ളിപ്പോയ കൊച്ചി കോർപ്പറേഷന്റെ വാഹനങ്ങളാണ് ഇവ. ഈ വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പണിയെടുത്താ മതി, പൈസ കിട്ടണേല് പണിയെടുത്താ മതി, അല്ലാതെ പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറരുത്. ഒരു കെറ്റില് കെട്ടി അറിയണവനാ ഒരു കാര്യം. ഒരു കവർ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എടുക്കുമല്ലോ. ഇതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ പോയാൽ വണ്ടി ഓടിക്കുന്നവരാണ്. ഇതിലെ കൂടി പോകുമ്പോഴത്തേക്ക് എത്ര പേര് വീഴണമെന്നറിയോ? ജീവന സംരക്ഷണം നൽകുക. ഒരു മാസം കൊണ്ട് 60 വാഹനങ്ങളാണ് തെന്നി വീണത്. 80-ൽ പരം പ്രാവശ്യം ഫയർഫോഴ്സ് റോഡുകൾ ക്ലീൻ ചെയ്തു. ഇന്നലെ തൃക്കാക്കരയിലൂടെ പോയ മാലിന്യം തള്ളിപ്പോകുന്ന വാഹനം ഫയർഫോഴ്സ് തടഞ്ഞു. ഇപ്പോൾ കുന്നുംപുറത്ത് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ജീപ്പിൽ പോയായിരുന്നു. അവരെന്നെ തടഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് അല്ലേ. അപ്പോൾ ഈ വണ്ടി ഇനി വിട്ടിട്ടുണ്ടെങ്കിൽ എത്ര പേര് ജീവൻ പോകുന്നവരെ കാത്തു നിന്നിട്ട് കാര്യമില്ല. അവർ എന്തെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണ്ടേ? ഇത്രയും അപകടങ്ങൾ സംഭവിച്ചിട്ടും അധികാരികൾക്ക് ഒരനക്കവുമില്ല. ഈ ഒരു സമയത്താണ് ഫയർഫോഴ്സ് തന്നെ ഈ വാഹനങ്ങൾ തടഞ്ഞിട്ടത്. അവരോടൊപ്പം യുവജന പ്രസ്ഥാനങ്ങളും ധീരമായി മുന്നോട്ട് വന്ന തൃക്കാക്കരയിലെ യുവജന പ്രസ്ഥാനത്തിലും അതോടൊപ്പം തൃക്കാക്കര ഫയർഫോഴ്സ് 24 ചാനലിലെ ബിഗ് സല്യൂട്ട്.